ഒരു ദിവസത്തിന്റെ 13 ഭാഗം സൂര്യന്റെ അണ്ടറിൽ ചിലവഴിച്ചതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് 1-2 ആഴ്ച മുമ്പത്തെ കാര്യങ്ങളാണ്. അങ്ങനെ ഉറക്കമെഴുന്നേറ്റ് വന്ന് ഞാൻ ആദ്യമായി കാണുന്നത് ഈ കുരിപ്പ് മഞ്ചു തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം സ്കൂട്ടിയുടെ ചാവി എടുത്തുകൊണ്ട് ഞാൻ നേരെ ഗോഡൌണിലോട്ട് പോയി. ഗോഡൌണിലെത്തി ഗേറ്റും തുറന്നകത്ത് സ്കൂട്ടിയുടെ അടുത്തെത്തി സ്കൂട്ടിയിൽ എണ്ണ ഉണ്ടെന്നൊക്കെ പരിശോധിച്ചിട്ട് സ്കൂട്ടിയിൽ എണ്ണ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഞാൻ ആ സ്കൂട്ടി എടുത്തുകൊണ്ട് സൈഡ് വാൾ കോൺക്രീറ്റ് നടക്കുന്ന ചേട്ടന്റെ പേരിടത്തിലോട്ട് പോയി. ഞാൻ അവിടെ എത്തി അവിടെ നടക്കുന്ന പണികളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കുള്ള ആദ്യത്തെ പണിയുമായിട്ട് അച്ഛൻ വന്നു. ദായി കാണുന്ന ടാങ്കിൽ വെള്ളം നിറയ്ക്കുക എന്നതായിരുന്നു എനിക്ക് കിട്ടിയ ആദ്യത്തെ പണി. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയത് അത്ര വലിയ പണിയൊന്നും അല്ലെങ്കിലും അവിടുത്തെ വെയിലായിരുന്നു ഒട്ടും സഹിക്കാൻ പറ്റാതിരുന്നത്. എന്റെ അടുത്ത് തോന്നാൻ മുൻവൈരാഗ്യമുള്ള പോലെ ഇരുന്ന് വെയിൽ എന്റെ നിറക്കും തലേക്ക് അടിച്ചുകൊണ്ടിരുന്നത്. കഷ്ടകാലത്തിന് രാവിലത്തെ വിപ്ലവത്തിന്റെ ഇടയ്ക്ക് സൺസ്ക്രീൻ ഇടാൻ ഞാൻ മറന്നുപോയി. ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ അവിടെ നടക്കുന്ന പണികളൊക്കെ നോക്കി അങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ടാങ്കിൽ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞ് തണലുള്ള സ്ഥലാന്വേഷണം നടക്കുന്ന എന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ നോക്കിയപ്പോൾ പെരടത്തിന്റെ അപ്പുറം സൈഡിൽ കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു. ഞാൻ നേരെ അതിന്റെ മൂട്ടിൽ പോയി തണലിൽ പറ്റി നിന്നു. കുറച്ച് നേരത്തെ വെയിലുണ്ടപ്പോൾ തന്നെ എന്റെ മുഖം അങ്ങ് ഒരുമാതിരി ആയിരുന്നു. ഇടയ്ക്ക് എനിക്ക് അപ്പയുടെ ഇവിടെ പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ഞാൻ വെയിലിൽ നിന്ന് കുറച്ച് രക്ഷ നേടാൻ വേണ്ടി ഒരു തൊപ്പി കൂടി എടുത്തുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ തൊപ്പി വെച്ചുകൊണ്ട് തണലിൽ പറ്റുന്ന സമയത്താണ് ഞാൻ നേരത്തെ വെള്ളം നിറച്ചിട്ട് അങ്ങനെ അടുത്ത് നിന്ന് ഇവിടെ നടക്കുന്ന പണികളൊക്കെ വീക്ഷിക്കുന്ന അച്ഛനെ ഞാൻ കാണുന്നത്. അങ്ങനെ ഇതൊക്കെ നോക്കി നടന്ന സമയത്താണ് ഇവിടുത്തെ ബാക്കി കോൺക്രീറ്റിന് ആവശ്യമായ പാറപ്പൊടിയും മെറ്റിലൊക്കെ കയറ്റി 2 ലോറികൾ വന്നത്. അങ്ങനെ ആ ലോറികൾ മെറ്റിലും പാറപ്പൊടിയൊക്കെ ഇറക്കിയിട്ട് പോയി അതിന്റെ തൊട്ട് പിന്നാലെ സിമെന്റും ആയിട്ട് അടുത്ത് പിക്കപ്പും കൂടി വന്നു. ആ പിക്കപ്പിൽ നിന്ന് സിമെന്റ് ചാക്കുകൾ ഭായിമാര് പടപടാന്ന് പറഞ്ഞ് ഇറക്കി വെക്കുക. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ഞാൻ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മളെ ഭായിമാര് ബിരിയാണി കഴിച്ചിട്ട് വീണ്ടും പണികൾ ആരംഭിച്ചായിരുന്നു. ഭായിമാര് വെയിലും ചുടന്ന് പോകാതെ തമ്പാക്കും പാൻ മസാലൊക്കെ ചവച്ച് ജില്ല എന്ന് പറഞ്ഞ് പണികൾ ചെയ്യുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഈ പാവം ഞാൻ വെയിലിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ടാങ്കിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് മോങ്ങ വീട്ടൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ സമയം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മളെ വെയിലിന്റെ കാഠിന്യം കുറച്ചായിട്ട് കുറഞ്ഞു വന്ന് തുടങ്ങിയായിരുന്നു. അങ്ങനെ സമയം വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പെരടത്തിലെ പണികളെല്ലാം നിർത്തി ഭായിമാര് പോകാനായിട്ട് റെഡിയായി അവിടെ ഇരിക്കുവാണ്. അങ്ങനെ അവർ പോയി അവർക്ക് പിന്നാലെ ഞാനും അവിടെ ഇറങ്ങി സ്കൂട്ടിയും കൊണ്ട് പോകണമെന്ന് വെച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് നടന്നു. വീട്ടിലെത്തിയിട്ട് വേണം മുഖത്ത് എന്തെങ്കിലുമൊക്കെ വയറ് തേച്ച് മുഖത്തിന്റെ വീണ്ടും പഴയ പോലെ ആക്കി എടുക്കാൻ.